അപ്പോൾ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേഷനും ഹൈപ്പും സൃഷ്ടിച്ച ഒരു ഫോണാണ് OnePlus Nord. OnePlus Nord ഫോണിൻ്റെ ലോഞ്ച് നമ്മളെല്ലാവരും ഒരു വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമിൽ കണ്ടതാണ്. അതിൻ്റെ പ്രൈസും അതേപോലെ തന്നെ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഈ ലോഞ്ചിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. OnePlusൻ്റെ ബഡ്സും അതേപോലെ തന്നെ ആപ്പിളിൻ്റെ എയർപോഡ്സും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ജംപ് ഇൻ ദ വീഡിയോ. സോ ആദ്യമേ തന്നെ നമുക്ക് പ്രൈസിൻ്റെ കാര്യം നോക്കാം. പ്രൈസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം എയർപോഡ്സിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ വിത്ത് ചാർജിങ് കേസ് അതിൻ്റെ പ്രൈസ് 14,900 ആണ്. വയർലെസ് ചാർജിങ് കേസിൻ്റെ പ്രൈസ് ഏകദേശം 18,000 റുപ്പീസ് വരും. OnePlus ബഡ്സിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് അറൗണ്ട് 4,990 റുപ്പീസ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് വയർലെസ് ചാർജിങ് കേസ് ഇതിൻ്റെ കൂടെ കിട്ടില്ല. ഇനിയും രണ്ട് ഇയർഫോൺസിൻ്റെ ഡിസൈൻ്റെ കാര്യം പറഞ്ഞാൽ OnePlus ബഡ്സിൻ്റെ ഇയർപീസ് എയർപോഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലിയതാണ്. സോ OnePlus ബഡ്സ് വിൽ ബി മോർ കംഫർട്ടബിളി ഫിറ്റ് ഇൻ യുവർ ഇയേഴ്സ്. രണ്ട് ബഡ്സിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. സ്റ്റെമ്മിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏകദേശം രണ്ടും സെയിം ആയിട്ടാണ് തോന്നുന്നത്. ഇനി കളേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ആപ്പിൾ എയർപോഡ്സ് വരുന്നത് ഒറ്റ ഒരു കളർ വേരിയൻറ്റിലാണ്, വിച്ച് ഈസ് വൈറ്റ്. പക്ഷേ OnePlus ബഡ്സിൻ്റെ കാര്യം പറഞ്ഞാൽ 3 ഡിഫറെൻറ്റ് കളർ വേരിയൻറ്റിലാണ് വരുന്നത്: ബ്ലൂ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ബ്ലൂ കളറിൻ്റെ അവൈലബിലിറ്റി ഇന്ത്യയിലും യൂറോപ്പിൽ മാത്രമാണ് ഉള്ളത്. ഇനി രണ്ട് ഇയർഫോൺസിൻ്റെ ടച്ച് കൺട്രോൾസിനെ പറ്റി പറയുവാണെങ്കിൽ OnePlus ബഡ്സിൽ നമുക്ക് രണ്ട് രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതെങ്കിലും ഇയർ പീസിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ആക്കാൻ പറ്റും. ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മുടെ മ്യൂസിക്കിന് നെക്സ്റ്റ് ട്രാക്ക് പ്ലേ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഡബിൾ ടാപ്പും ലോങ് പ്രസ് ചെയ്യുന്ന ഫങ്ഷൻസ് നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാനും കഴിയും. ഇഫ് 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്താൽ വേറൊരു ഡിവൈസിലോട്ട് ഇയർ പീസ് സ്വിച്ച് ആക്കാനും കഴിയും. അതേപോലെ തന്നെ ഒരു കോൾ വരുമ്പോൾ 5 സെക്കൻഡിൽ കൂടുതൽ പ്രസ് ചെയ്താൽ ആ കോൾ റിജക്റ്റ് ആകുന്നതാണ്. എയർപോഡ്സിൻ്റെ ടച്ച് കൺട്രോൾസ് നോക്കുവാണെങ്കിൽ ഇതിൽ ഡബിൾ ടാപ്പിൻ്റെ ഫീച്ചേഴ്സ് മാത്രമാണുള്ളത്. ലോങ് ഹോൾഡ് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് അവൈലബിൾ അല്ല. ലോങ് ഹോൾഡിൻ്റെ ഫീച്ചേഴ്സ് വേണമെങ്കിൽ ആപ്പിളിൻ്റെ സെക്കൻഡ് ജെൻ എയർപോഡ്സ് മേടിക്കേണ്ടി വരും, വിച്ച് ഈസ് മോർ എക്സ്പെൻസീവ്. വാട്ടർ റെസിസ്റ്റൻറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ OnePlus Nord വരുന്നത് IPX4 വാട്ടർ റെസിസ്റ്റൻസിലാണ്. പക്ഷേ ആപ്പിൾ എയർപോഡ്സിൽ ഇങ്ങനൊരു ഫീച്ചർ നമുക്ക് കാണാൻ കഴിയില്ല. മ്യൂസിക് പ്ലേ ബാക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആപ്പിൾ എയർപോഡ്സിൽ സിംഗിൾ ചാർജിൽ 5 hours ആണ് കിട്ടുന്നത്. OnePlus ബഡ്സിൽ അതേ സമയത്ത് 7 hours ഓഫ് മ്യൂസിക് പ്ലേ ബാക്കാണ് കിട്ടാൻ പോകുന്നത്. ടോക്ക് ടൈമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സിംഗിൾ ചാർജിൽ എയർപോഡ്സിൽ 3 hours OnePlus ബഡ്സിൽ 4.3 hours ആണ് കിട്ടുന്നത്. വിത്ത് ചാർജിങ് കേസ് പ്ലേ ബാക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ എയർപോഡ്സിൽ 24 hours പ്ലേ ബാക്കും OnePlus ബഡ്സിൽ 30 hours പ്ലേ ബാക്കും ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് OnePlusൽ കുറേ അഡ്വാൻറ്റേജസ് കാണാൻ കഴിയും. ആൻഡ് ഓൾസോ ഗൈസ്, OnePlus ബഡ്സിൽ വരുന്നത് ഫാസ്റ്റ് ചാർജിങ് ആണ്. അതായത് 10 minutes ചാർജ് ചെയ്താൽ 10 hours ഓഫ് പ്ലേ ബാക്ക് ആണ് നമുക്ക് ലഭിക്കുന്നത്. വേറൊരു ഫീച്ചർ പറയുവാണെങ്കിൽ OnePlusൽ നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാൻ കഴിയും. എയർപോഡ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു ഫീച്ചർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. സോ ഗൈസ്, ഇതൊക്കെയായിരുന്നു OnePlus ബഡ്സിൻ്റെ ആപ്പിൾ എയർപോഡ്സിൻ്റെ കമ്പാരിസൺ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.